ഇതിൽ രക്ഷപ്പെട്ട ഒരു കുട്ടിയാണ് ഇപ്പോഴുള്ളത്. 5 പേരായിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ ഈ കുട്ടിയാണ് രക്ഷപ്പെട്ട. മോളുടെ പേരെന്താ? അജ്നശ്ശേരി. ഇന്നലെ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് നടന്നു വരികയായിരുന്നു അല്ലേ? ഇപ്പോൾ വെട്ടത്തുനിന്ന് സ്കൂളിൽ നിന്ന് വന്നു. പിന്നെ ഇപ്പോൾ സാധാരണ എല്ലാവരും ഒരുമിച്ച് തന്നെയാണോ വരിക? ഇന്നലെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? അത് മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് ലോറി നല്ല പാഞ്ഞിട്ടാ വന്നു. പാലക്കാട്ട് വന്ന് ലോറി മെല്ലെ വന്നു. അപ്പോൾ മണ്ണാർക്കാട് വരുന്ന ലോറി ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ചെരിഞ്ഞു. ബ്രേക്ക് പിടിച്ചപ്പോൾ ഇതായിരിക്കും. അപ്പോൾ പാലക്കാട് വരുന്ന ലോറി അതിൻ്റെ ബാക്കിൽ പോയി ഇടിച്ചു. അപ്പോൾ പാലക്കാട് വരുന്ന ലോറി എൻ്റെ പിന്നാലെ ഇടിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടായിരുന്നോ? ഞങ്ങൾ പെട്ടെന്ന് കണ്ടൊന്നുമില്ല, ന്യായം പോലെ കണ്ടു. ഈ മോൾക്ക് ഇപ്പോൾ ഇത് കണ്ട് തന്നെ ചാടി രക്ഷപ്പെടാൻ കഴിഞ്ഞതാണോ അതോ? അതറിയില്ല. ഞാൻ ആ കുഴിക്ക് വീഴുമായിരുന്നു. ചാലിലേക്ക് വീണു അല്ലേ? അവർക്ക് ഇങ്ങനെ ഓടാനുള്ളൊരു ഇത് കിട്ടിയില്ല, സമയം കിട്ടിയില്ല. ഇല്ല, അവരുടെ നേരത്തെ വന്നത്. അപ്പോൾ അവരുടെ ബാക്കിലായിരുന്നു മോളുണ്ടായിരുന്നത്? അല്ല, ഞങ്ങൾ കുറച്ച് അകലത്തിലാണ്. കുറച്ച് അവര് മുൻപിൽ പോകുമായിരുന്നു, മോള് ബാക്കിലായിരുന്നു അല്ല, സൈഡ് ഇങ്ങനെ കുറച്ചൊരു അകലത്തിലായിരുന്നു. ഒരേ റോൾ തന്നെയാണ്, സൈഡ് കുറച്ച് അകലത്തിലായിരുന്നു. അപ്പോൾ എല്ലാരും ഒരേ ക്ലാസ്സിലാണോ? ഈ സ്ഥിരം ഇപ്പൊ ഈ ചെറുളിന്ന് അങ്ങോട്ട് നടന്നു തന്നെ പോവാറില്ല? ഈ കുട്ടിയാണ് ഈ രക്ഷപ്പെട്ട 5 പേരിൽ രക്ഷപ്പെട്ട ഏക കുട്ടി. ഇതിൽ സ്ഥിരമായി ഇവിടുന്ന് ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്താണ് വെട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്കൂൾ ഉള്ളത്. ആ സ്കൂളിലേക്ക് നടന്ന് പോവുകയാണ് ഇവർ ചെയ്യാറുള്ളത്. ഇന്നലെ ഈ പതിവ് പോലെ ഈ 5 പേരും നടന്ന് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ലോറികൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും ഈ കുട്ടികളുടെ മുകളിലേക്ക് വീഴുകയും ചെയ്ത് ഈ ഒരു ചെറിയ ചാലാണ്, ആ ചാലിലായിരുന്നു ഈ കുട്ടികളുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും ജില്ലാ ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും, ഇങ്ങോട്ട് എത്തിക്കും. ഈ തുപ്പനാട് ചെറുളി എന്ന് പറയുന്നത് ദേശീയപാതയിൽ നിന്ന് മീൻവല്ലം റോട്ടിലാണ് ഉള്ളത്. എല്ലാ കുട്ടികളുടെ വീടും അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. വളരെ ചെറിയ ഒരു ഗ്രാമത്തിലെ 4 കുഞ്ഞു ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഈ മൃതദേഹം ആദ്യം വീട്ടിൽ എത്തി 8 മണിവരെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. ഏതാണ്ട് 8:15 കൂടിയാണ് ഇവിടെ നിന്ന് എടുക്കുകയും തൊട്ടടുത്തുള്ള കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെക്കുക. അവിടെയാണ് ഈ നാട്ടുകാർക്കെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. ഈ വീടുകളിലെ ഈ ബന്ധുക്കളും അതുപോലെ തന്നെ അവരുടെ അടുത്ത ആളുകളും മാത്രം വന്നാൽ മതി എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സ്കൂളിൽ ആദ്യം പൊതുദർശനം തീരുമാനിച്ചെങ്കിലും സ്കൂളിലേക്കുള്ള വഴി വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങോട്ട് മാറ്റിയത്, ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയത്. ഇത് ഈ അപകടം നടന്ന ഏതാണ്ട് 1 കിലോമീറ്റർ ഇപ്പുറത്താണ്, ഈ തുപ്പനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പിന്നീട് 10 മണിയോടുകൂടി തന്നെ ഈ തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ 4 പേരുടെയും മൃതദേഹം ഒരേ സമയം തന്നെ ഖബറടക്കം ചെയ്യുകയും ചെയ്യും. ശരി.